കല്യാണ പല്ലക്ക്. പിറ്റേന്ന് കാലത്തെ ശ്യാമള വിളിച്ചുണർത്തുമ്പോഴാണ് ഗായു ഉറക്കമുണരുന്നത്. ഉറങ്ങി എഴുന്നേറ്റവൾ തനിക്കരികിലേക്ക് നോക്കുമ്പോ ബാലയും നിധിയും അവിടെ ഉണ്ടായിരുന്നില്ല. അവരെവിടെ പോയമ്മേ? അവര് രാവിലെ എഴുന്നേറ്റു. എഴുന്നേറ്റ പാടെ നിന്നെ വിളിച്ചതാ. അപ്പൊ നീ നല്ല സുഖ ഉറക്കം. പിന്നെ അച്ഛനാ പറഞ്ഞേ നീ കുറച്ചു നേരം കൂടി ഉറങ്ങിക്കോട്ടെ എന്ന്. ശ്യാമളെ അരുമയായി അവളുടെ മുടിയിൽ തഴുകിക്കൊണ്ട് പറഞ്ഞു. ഗായത്രിക്ക് തൊണ്ടക്കുഴി വരെ ഒരു വിങ്ങൽ വന്നെത്തി നിന്നു. ഇന്ന് ഈ വീട്ടിൽ എത്ര സന്തോഷത്തോടെ സ്വന്തം ചേച്ചിയുടെ വിവാഹത്തിന്റെ കാര്യങ്ങൾക്ക് വേണ്ടി ഓടി നടക്കേണ്ടതായിരുന്നു താന്. എന്നിട്ടിപ്പോ സ്വന്തം വിധിയോർത്ത് ഗായത്രിക്ക് വല്ലാണ്ട് വിഷമം തോന്നി. പിന്നീട് അവൾ ചിന്തിച്ചു, ഈ വിധി ആരും തന്നെ അടിച്ചേൽപ്പിച്ചതല്ലല്ലോ, താനായി തിരഞ്ഞെടുത്തതാണ്. അപ്പോൾ സന്തോഷത്തോടെ വേണം കാര്യങ്ങളെ നേരിടാൻ. മോളെന്താ ആലോചിക്കുന്നേ? എഴുന്നേക്കുന്നില്ലേ? എഴുന്നേറ്റ് വാ, വന്ന് കുളിച്ച് ക്ഷേത്രത്തിൽ പോയി തൊഴുതിട്ട് വാ. അപ്പോഴത്തേക്കും ഒരുക്കാനായിട്ടുള്ള ബ്യൂട്ടീഷ്യനൊക്കെ വരും. ഗായത്രിയോട് അതൊക്കെ പറയാൻ തന്നെ ശ്യാമളയ്ക്ക് വല്ലാത്ത ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കാരണം അവർക്കും അറിയാം ഈ സാഹചര്യവുമായി പൊരുത്തപ്പെടാൻ ഗായത്രി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ എന്ന്. എങ്കിലും പറയാതിരിക്കാൻ കഴിയില്ലല്ലോ. അമ്മ താഴേക്ക് ചെന്നോളൂ, അവിടെ ബന്ധുക്കളൊക്കെ ഉണ്ടാവില്ലേ. ഞാൻ വേഗം കുളിച്ചിട്ട് ഇറങ്ങി വരാം. ശരി മോളെ. മുറിക്ക് പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങിയ ശ്യാമള വാതിൽ വരെ എത്തി നിന്നു. വീണ്ടും ഗായത്രിയെ നോക്കി. അവൾ അപ്പോഴും മുറിയുടെ ഏതോ കോണിലേക്ക് മിഴിയുറപ്പിച്ച് എന്തോ ആലോചനയിലായിരുന്നു. ഒന്ന് ദീർഘമായി നിശ്വസിച്ചുകൊണ്ട് ശ്യാമള താഴേക്ക് നടന്നു. ശ്യാമളയുടെ വരവും കാത്ത് മാഷ് കോണിപ്പടിയുടെ താഴെ തന്നെ നിൽപ്പുണ്ടായിരുന്നു. എന്തു പറഞ്ഞു? മോൾ എഴുന്നേറ്റോ? മാഷ് അവരോട് ചോദിച്ചു. എഴുന്നേറ്റു. അവർക്ക് വല്ലാത്ത വിഷമമുണ്ടെന്ന് തോന്നുന്നു. ഇനിയിപ്പൊ എന്ത് ചെയ്യാനാ ശ്യാമള? അവൾ തന്നെയല്ലേ ഇങ്ങനൊരു കാര്യത്തിന് മുൻകൈ എടുത്തത്. മഹേഷ് നല്ലവനാ, അതെനിക്കറിയാം. അയാൾ പിന്നോട്ട് ചിന്തിക്കാൻ തുടങ്ങുന്നുവെന്ന് കണ്ടതും ശ്യാമള സംസാരിച്ചു തുടങ്ങി. മാഷിനെ അതൊന്നും എർത്ത് ആദ്യ കയറ്റാൻ നിൽക്കണ്ടാട്ടോ. അതെങ്ങാനും ആ പെണ്ണ് കണ്ടുകൊണ്ടു വന്ന ഇപ്പൊ അവളുടെ വായിലിരിക്കുന്നത് മുഴുവൻ കേൾക്കേണ്ടി വരും. ശ്യാമള തമാശ പോലെ പറഞ്ഞ് അടുക്കളയിലേക്ക് നടന്നു. അപ്പോഴേക്കും ബാലയും നിധിയും അമ്പലത്തിൽ പോകുവാനായി ധാവണയൊക്കെ ഉടുത്തു വന്നു. ഗായ അവിടെ വല്യമ്മേ? അവളും മുകളിലാ, ഇപ്പൊ കുളിക്കുവാകും. ശ്യാമള അവരോടായി പറഞ്ഞതും അവർ രണ്ടുപേരും നേരെ മുകളിലെ ഗായുവിന്റെ റൂം ലക്ഷ്യമാക്കി നടന്നു. ശ്യാമള പറഞ്ഞതുപോലെ തന്നെ കുളിക്കുവായിരുന്നു ഗായു. കുറെ നേരം അവർ അവിടെ ഇരുന്നപ്പോഴേക്കും ഗായു കുളിച്ചിറങ്ങി വന്നു. അവളും അവരെ പോലെ ഒരു ധാവണിയായിരുന്നു ഉടുത്തത്. വീട്ടിലുള്ളവരോട് എല്ലാവരോടും അനുവാദം വാങ്ങിയ ശേഷം അവർ മൂന്നു പേരും കുറച്ചപ്പുറം മാറി പാടത്തിനക്കരെയുള്ള ക്ഷേത്രത്തിലേക്ക് നടന്നു. മുമ്പ് ഈ വഴി പോകുമ്പോ കലപില കൂട്ടിയും ബഹളം വെച്ചും പോയിക്കൊണ്ടിരുന്ന ആ മൂന്ന് പേരും ഇന്ന് നന്നേ നിശബ്ദമായിരുന്നു. ഗായ്, നീ ഓക്കെ അല്ലേ? അത്ര തെളിച്ചമില്ലാത്ത ഗായത്രിയുടെ മുഖത്തേക്ക് നോക്കി നിധി ചോദിച്ചപ്പോൾ മൗനമായി ഒന്ന് തലയിളക്കുവാൻ മാത്രമേ അവൾക്കായുള്ളൂ ആ നിമിഷം. എടി, എനിക്കെന്തോ ടെൻഷൻ പോലെ. ഗായത്രി പറഞ്ഞതും ബാല അവളുടെ കയ്യിൽ പിടിച്ച് ആശ്വസിപ്പിച്ചു. നീ ഒന്നുകൊണ്ടും ടെൻഷൻ ആവണ്ട ഗായു. എനിക്കറിയാം നിന്റെ മനസ്സിലിപ്പോ എന്തൊക്കെയായിരിക്കുമെന്ന്. ഒന്നാമത്തെ കാര്യം, ചേച്ചിക്ക് വേണ്ടി വിവാഹം ഉറപ്പിച്ചയാൾ. അയാൾക്ക് നിന്നെ അംഗീകരിക്കാൻ പറ്റുമായിരിക്കുമോ? പിന്നെ അവിടുത്തെ വീട്, സാഹചര്യങ്ങൾ, അതൊക്കെ തന്നെയല്ലേ? ഗായത്രി അതേ എന്ന അർത്ഥത്തിൽ തലകുലുക്കി. നീ വിഷമിക്കണ്ട. മഹേഷേട്ടൻ നല്ലൊരാളാണ്. ആൾക്ക് നിന്നെ മനസ്സിലാവും. മറ്റാർക്കും മനസ്സിലായില്ലെങ്കിലും. പിന്നെ കണ്ടെടുത്തോളം മഹേഷേട്ടന്റെ ചേച്ചിയും അവരുടെ അമ്മയും അച്ഛനും എല്ലാവരും നല്ല ആളുകളാ. ചിലപ്പോ നിനക്കായിരിക്കും ഈ ഭാഗ്യം വിധിച്ചത്. ബാല അവളെ ആശ്വസിപ്പിക്കും പോലെ പറഞ്ഞു. ഒരു തരത്തിൽ ബാലയുടെ വാക്കുകൾ ഗായത്രിക്ക് സമ്മാനിച്ച ആശ്വാസം അത്ര ചെറുതല്ലായിരുന്നു. അവർ അമ്പലത്തിൽ തൊഴുതുകൊണ്ടിരിക്കുന്ന അതേ സമയം തന്നെയായിരുന്നു മഹേഷും അമ്പലത്തിലേക്ക് തൊഴാനായി വന്നത്. ഇരുവരുടെയും വീടുകൾ തമ്മിൽ വലിയ ദൂരമില്ലാത്തതുകൊണ്ടും പിന്നെ രണ്ട് വീട്ടുകാർക്കും ഒരേപോലെ സുപരിചിതമായ അമ്പലമായതുകൊണ്ടുമാണ് അവൻ ഇവിടേക്ക് വന്നത്. കണ്ണടിച്ച് കൈതൊഴുത് പ്രാർത്ഥനയോടെ നിൽക്കുന്ന ഗായത്രിയുടെ കയ്യിലേക്ക് നിധി തട്ടി. എന്താടി? ഗായത്രി പതിയെ ശബ്ദം അടക്കി പിടിച്ച് ചോദിച്ചു. നീ പുറകോട്ടൊന്ന് തിരിഞ്ഞു നോക്കിയേ, അതാരാ പിന്നിൽ നിൽക്കുന്നേന്ന്. പെട്ടെന്ന് നിധിയുടെ ശബ്ദം കാതിൽ പതിഞ്ഞതും ഗായത്രി മറ്റൊന്നും ചിന്തിക്കാണ്ട് തിരിഞ്ഞു നോക്കി. അവൾക്ക് തൊട്ടു പിറകിൽ മഹേഷ് കൈതൊഴുത് പ്രാർത്ഥിക്കുന്നത് കണ്ടതും ഗായത്രിയുടെ ഉള്ളിലൂടി ഒരു മിന്നൽ പിണർ പാഞ്ഞുപോയി. അവനെ കാണാത്ത പോലെ മുഖം തിരിക്കാൻ തുടങ്ങിയപ്പോൾ മഹേഷ് അതിനെ കണ്ടെന്ന് ഗായത്രിക്ക് മനസ്സിലായി.
അവനെ നോക്കി ഒന്ന് പതുങ്ങി ചിരിച്ചു അവൾ. അവളുടെ ആ ചിരി കാണെ അവനേറെ സങ്കടം തോന്നി. മറ്റൊന്നും കൊണ്ടല്ല, മുമ്പൊക്കെ കാണുമ്പോ മഹേഷ് ഏട്ടാന്ന് വിളിച്ച് ഓടി വന്ന കുട്ടിയാണ്. മാത്രമല്ല, ഒരു നേരം അവൾ വായടക്കി വെച്ച് നിൽക്കുന്നത് പോലും അവൻ കണ്ടിട്ടില്ല. അങ്ങനെ ഒരു കുട്ടി ഇപ്പോൾ ഇത്രമേൽ സൈലന്റായി സ്വന്തം ക്യാരക്ടർ പോലും മാറിപ്പോകാൻ കാരണം താനാണെന്ന കുറ്റബോധം അവനെയും പിടികൂടി. ഗായത്രിയെ നോക്കിയൊന്ന് ചിരിച്ചുകൊണ്ട് മഹേഷ് തൊഴുത്തിറങ്ങി. പിന്നാലെ തിരുമേനിയുടെ കയ്യിൽ നിന്നും പ്രസാദം വാങ്ങി അവർ മൂവരും ഇറങ്ങി. മഹേഷേട്ടൻ ഒറ്റയ്ക്കാണോ വന്നത്? അവനെ കണ്ടിട്ട് ഒന്നും മിണ്ടാതെ പോകുന്നത് ശരിയല്ലല്ലോ എന്ന അർത്ഥത്തിൽ നിധി ഓരോന്ന് സംസാരിച്ചു തുടങ്ങി. അല്ല, ചേച്ചി അളിയനും കൂടെ ഉണ്ട്. അവരിതാ അവിടെ വഴിപാടിന്റെ കാര്യത്തിന് അങ്ങോട്ടേക്ക് പോയിരിക്കുകയാണ്. ആണല്ലേ? എങ്കിൽ പിന്നെ ഞങ്ങൾ ഇറങ്ങട്ടെ. ബ്യൂട്ടീഷ്യൻ ഇപ്പൊ വരും ഒരുക്കാനായിട്ട്. ബാല പറഞ്ഞതും മഹേഷ് തലയാട്ടി. മഹേഷിന്റെ നോട്ടം പോയത് ഗായത്രിയുടെ നേർക്കാണ്. പക്ഷെ അവളാണെങ്കിൽ അവനെ നോക്കാനാവാതെ തല താഴ്ത്തി നിധിക്കും ബാലയ്ക്കും ഒപ്പം വീട്ടിലേക്ക് നടന്നു. നീ എന്താ കായു മഹേഷ് ഏട്ടനെ കണ്ടിട്ടൊന്നും സംസാരിക്കാതിരുന്നത്? ആ ഏട്ടൻ എന്തു വിചാരിച്ചു കാണും? പെട്ടെന്ന് നിധിയുടെ ചോദ്യം കേട്ടപ്പോഴാണ് ഗായത്രിക്കും അതേപ്പറ്റി ഓർമ്മ വന്നത്. പിന്നെ പെട്ടെന്നവൾ മുഖത്തൊരു സ്വാഭാവികത വരുത്തിക്കൊണ്ട് നിധിയെ നോക്കി. എന്ത് വിചാരിക്കാൻ? അത് കൊള്ളാം. നീ മുമ്പൊക്കെ മഹേഷ് ഏട്ടനെ കാണുമ്പോ നല്ല സന്തോഷത്തോടെ മിണ്ടിക്കൊണ്ടിരുന്നതല്ലേ? അതിനു മുമ്പത്തെ പോലെയാണോ ഇപ്പോ? എടുത്തടിച്ചതുപോലെ ഗായത്രി ചോദിച്ചപ്പോ നിധിയുടെ മുഖത്തൊരു പുഞ്ചിരി മിന്നി മാഞ്ഞു. പിന്നെ ഇപ്പോഴെന്താ ഇത്ര പ്രത്യേകത? പെട്ടെന്ന് നിധി ചോദിച്ചതും ഗായത്രി എന്തുത്തരം പറയണമെന്നറിയാതെ മുഖം കുനിച്ചു കളഞ്ഞു. മോളെ ഗായു, നിന്റെ ഈ ചമ്മലൊക്കെ അങ്ങ് മാറും കേട്ടോ, നിധി പറഞ്ഞു. അവരിരുവരുടെയും സംസാരം ശ്രദ്ധിച്ചുകൊണ്ട് നിൽക്കുകയാണ് ബാല. രണ്ടാളും ഒന്ന് വേഗം നടക്കുന്നുണ്ടോ? എന്നെയാണ് നിങ്ങളെ രണ്ടാളെ ഏൽപ്പിച്ചേക്കുന്നത്. ക്ഷേത്രത്തിൽ നിന്ന് വീട്ടിലെത്താൻ ലേറ്റായി കഴിഞ്ഞാലേ ഇനി അമ്മയുടെ കയ്യിൽ നിന്ന് നല്ല ചീത്ത കേൾക്കേണ്ടി വരും. അതും പറഞ്ഞുകൊണ്ട് ബാല അവർ രണ്ടുപേരെയും പിടിച്ച് ധൃതിയിൽ വീട്ടിലേക്ക് നടന്നു. വീട്ടിലവർ ചെല്ലുമ്പോഴേക്കും ബ്യൂട്ടീഷ്യൻ വന്നിരുന്നു. ഗായത്രി ആഹാരമൊന്നും കഴിക്കാത്തതുകൊണ്ട് ശ്യാമള ഗായത്രിക്ക് ആഹാരം വാരി നൽകി. മോൾ ഇത് കഴിച്ചിട്ട് പോയാ മതി. ഇനിയിപ്പോ ഉച്ചയ്ക്കൊക്കെ എപ്പോ ആഹാരം കഴിക്കാനാ? ഇഡലി ഓരോരോ കഷ്ണങ്ങളാക്കി മുറിച്ച് സാമ്പാറിൽ മുക്കി അവളുടെ വായിലേക്ക് വെച്ച് കൊടുക്കുമ്പോൾ ശ്യാമളയ്ക്കും ഗായത്രിക്കും ഒരുപോലെ ഉള്ളു വിങ്ങുന്നുണ്ടായിരുന്നു. പക്ഷെ ഇരുവരും അത് പുറമേ കാണിച്ചില്ല. ശ്യാമള വെപ്രാളത്തിന്റെ മേമ്പൊടി ചാലിച്ചാണ് സംസാരിക്കുന്നത്. ഉള്ളിലെ സങ്കടം അറിയാതെ പോലും ഗായത്രിക്ക് മനസ്സിലാവാതിരിക്കാൻ വേണ്ടി. ഒരുവിധം ആഹാരം കഴിച്ച് നേരെ ബ്യൂട്ടീഷ്യനോടൊപ്പം അവൾ തന്റെ മുറിയിലേക്ക് പോയി. അവൾ സാരി ഉടുപ്പിച്ചു, ആഭരണങ്ങൾ ഇടിവിച്ചു, പൂവെപ്പിച്ചു, മുഖത്ത് നേർത്ത രീതി ചായം പൂശി. എല്ലാത്തിനും പ്രത്യേകിച്ച് അഭിപ്രായങ്ങളൊന്നുമില്ലാതെ മിണ്ടാതിരുന്നു കൊടുത്ത് ഗായത്രി. ഗംഗയ്ക്ക് വേണ്ടി അറേഞ്ച് ചെയ്ത ബ്യൂട്ടീഷ്യനായിരുന്നു അവർ. ഗായത്രിയുടെ കാര്യം ഓർത്തു അവർക്കും നേരിയ തോതിൽ വിഷമമൊക്കെ തോന്നി. മോളെ, നിനക്ക് വേറെന്തെങ്കിലും സജഷൻസ് ഉണ്ടോ? കണ്ണാടി ഗായത്രിയുടെ മുഖത്തിന് അഭിമുഖമായി പിടിച്ചുകൊണ്ടവർ ചോദിച്ചപ്പോ ഗായത്രി സ്വന്തം പ്രതിബിംബം കാണുന്നത് ഇന്നോളം താൻ ഒരുങ്ങിയതി വെച്ച് ഏറ്റവും ഭംഗിയായി തന്നെയാണ് അവർ ഒരുക്കിയിരിക്കുന്നത്. ഒരുപാട് ആഭരണം ഒന്നുമില്ല. ഒരു നെക്ലേസും 2 മാലകളും പിന്നെ കുറച്ച് വളകളും. ഒരു കയ്യിൽ മുഴുവനും ഇട്ടിരിക്കുന്നത് സാരിക്ക് ചേർന്ന കുപ്പിവള. ഇത് തന്നെ ബാലയുടെ നിധിയുടെ ആഭരണങ്ങളാണ്. ഗംഗയ്ക്ക് വേണ്ടി വാങ്ങിയ 50 പവനും ഷെൽഫിൽ വിവാഹത്തിന്റെ അത്യാവശ്യത്തിനായി ആവശ്യങ്ങൾക്ക് വേണ്ടി വെച്ച 1,00,000 രൂപയും എടുത്തുകൊണ്ടാണ് ഗംഗ പോയത്. ഗായത്രി തന്റെ പ്രതിബിംബത്തിലേക്ക് തന്നെ നോക്കി ഏറെ നേരം ഇരുന്നു. മോളെ, ബ്യൂട്ടീഷ്യൻ അവളെ തട്ടി വിളിച്ചു. ഓക്കെ ആണോ? വേറെന്തെങ്കിലും കൂടി ചെയ്യാനുണ്ടോ? വേണ്ട ചേച്ചി. അതും പറഞ്ഞ് ഗായത്രി അവർക്ക് ദക്ഷിണ കൊടുത്ത് താഴേക്കിറങ്ങി. സാരി ഉടുത്ത് അതിസുന്ദരിയായി പടികൾ ഇറങ്ങി വരുന്ന ഗായത്രിയെ വേണുമാഷും ശ്യാമളയും ഹാളിലും അടുക്കളയുടെ പരിസരത്തുമായി നിന്ന എല്ലാവരും കണ്ണെടുക്കാതെ നോക്കി. ഗായത്രി ഉള്ളിൽ അടക്കി പിടിച്ച തേങ്ങലോടെ നേരെ വന്ന് മാഷിന്റെ നെഞ്ചിലേക്ക് മുഖം ചേർത്തു. അയാൾക്ക് കണ്ണു നിറഞ്ഞു വന്നു. പക്ഷെ അയാളത് പുറമേ കാണിച്ചില്ല. ഗായു, സുന്ദരിയായിട്ടുണ്ടല്ലോ അച്ഛന്റെ കുട്ടി. അല്ലേ ശ്യാമളെ? വേണുമാഷ് അടുത്ത് നിന്ന് ശ്യാമളയെ നോക്കി. കണ്ണു നിറഞ്ഞിട്ട് അവർക്ക് ശരിക്കും ആ കാഴ്ച കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോഴേക്കും ഷാജിയും ജയന്തിയും ഒക്കെ അങ്ങോട്ട് വന്നു. വേണുമാഷും ശ്യാമളയും വല്ലാതെ വിഷമിച്ച് നിൽക്കുന്ന കണ്ട് അവരിടപെട്ടു. ശ്യാമളയെടുത്തി വേഗം പോയി റെഡിയായി വന്നേ. ഇങ്ങനെ നിന്ന് സമയം കളയാൻ നേരമില്ല. കുറച്ചുകൂടി കഴിഞ്ഞ മുഹൂർത്തമായി. ഇപ്പൊ ചെറുക്കന്റെ വീട്ടുകാർ വരും. ജയന്തി ശ്യാമളയെ നിർബന്ധപൂർവ്വം റൂമിലേക്ക് കൊണ്ടുപോയി.
ഷാജി പിന്നാലെ തന്നെ വേണുമാഷിനെയും റൂമിലേക്ക് കൊണ്ടുപോയി. അപ്പോഴേക്കും ബാലയും നിധിയും ഓടി ഗായുവിനടുത്തേക്ക് വന്നു. ഗായു, മോളെ സൂപ്പറായിട്ടുണ്ടടി. നിധി അവളെ നോക്കി കണ്ണെടുക്കാതെ പറഞ്ഞു. ബാലയും നിറപുഞ്ചിരിയോടെ നിന്നു. നന്നായിട്ടുണ്ട് ഗായു, നിനക്ക് ചേരുന്നുണ്ട്. പിന്നെ കുറേയേറെ സമയം അവർക്കൊപ്പം അവിടെ തന്നെ ഇരുന്നു. വീട്ടിൽ മുറ്റത്ത് തന്നെ പന്തലിട്ട് അവിടെ വെച്ചായിരുന്നു വിവാഹം അറേഞ്ച് ചെയ്തത്. താഴെ ഹാളിലിരുന്ന ഗായുവിനെ കൂട്ടിക്കൊണ്ട് ബാലയും നിധിയും ശ്യാമളയും മാഷിന്റെ റൂമിലേക്ക് പോയി. അപ്പോഴേക്ക് ശ്യാമളയും മാഷും റെഡിയായി ഉമ്മറത്തേക്ക് ചെന്ന് വരുന്ന അതിഥികളെ ഓരോരുത്തരെയായി സ്വീകരിച്ചുകൊണ്ടിരുന്നു. ചിലരൊക്കെ പരസ്പരം മാറി നിന്ന് ഗംഗയുടെ കാര്യം പറഞ്ഞ് വിഷമിച്ചു. മാഷും ശ്യാമളയും ഇതൊന്നും തങ്ങളെ ബാധിക്കത്തില്ല എന്ന രീതിയിൽ തന്നെ പെരുമാറി. അപ്പോഴേക്കും മഹേഷും ഫാമിലിയും വന്നു. കുറച്ചധികം ആൾക്കാരുണ്ടായിരുന്നു അവരുടെ ഭാഗത്ത് നിന്നും. വരനെ സ്വീകരിച്ച് പന്തലിലേക്ക് ഇരുത്തി. താലപ്പൊലിയുടെ അകമ്പടിയോടെ ഗായത്രി മണ്ഡപത്തിലേക്ക് ഇറങ്ങിച്ചെന്നു. മഹേഷിന്റെ തൊട്ടടുത്തായി തന്നെ അവളും ഇരിപ്പുറപ്പിച്ചു. കണ്ടു നിന്നവർക്കെല്ലാം ഒറ്റ നോട്ടത്തിൽ പറഞ്ഞു, ഇവരായിരുന്നു ശരിക്കുമുള്ള ജോഡിയെന്ന്. ഗായത്രിക്കാണെങ്കിൽ മഹേഷിനെ മുഖം ഉയർത്തി നോക്കാൻ പോലും കഴിയുന്നുണ്ടായിരുന്നില്ല. മഹേഷിന് വല്ലാത്ത വിഷമം തോന്നി. മറ്റൊന്നും കൊണ്ടല്ല, അവളുടെ അവഗണന അവന് സഹിക്കാൻ പറ്റുന്നില്ല. ഇത്രയും ദിവസം തന്നോട് നന്നായി ഇടപെട്ടുകൊണ്ടിരുന്ന ഒരു കുട്ടി, നന്നായി സംസാരിച്ചുകൊണ്ടിരുന്നയാൾ പെട്ടെന്ന് നിശബ്ദയായതുപോലെ അവന് തോന്നി. അതുകൊണ്ട് തന്നെ അവൻ അത്ര തെളിച്ചമില്ലാത്ത മുഖത്തോടെ ഇരുന്നപ്പോൾ അവന്റെ പെങ്ങൾ മഹിമ വന്ന് മെല്ലെ കാതിൽ ചോദിച്ചു, നീ എന്താടാ ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുന്നേ? ചിരിച്ചിരിക്ക്, ആൾക്കാരൊക്കെ നോക്കുന്നുണ്ട്. ഇനിയിപ്പോ ഇതിന് മറ്റു അർത്ഥതലങ്ങൾ കണ്ടെത്തും ആളുകൾ. അത് പറഞ്ഞപ്പോഴാണ് മഹേഷും അതേപ്പറ്റി ഓർത്തത്. തന്റെ മനസ്സിലെ ചിന്ത അതൊന്നും അല്ലെങ്കിൽ പോലും വന്നിരിക്കുന്നവർക്ക് ഓരോരോ കാരണങ്ങൾ ഊഹിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. എന്തിനാണ് വെറുതെ ആവശ്യമില്ലാത്ത ഒരു സംസാരത്തിന്? എന്നെ ഓർമ്മയിൽ മഹേഷ് നല്ല പ്രസാദത്തോടെ ഇരുന്നു. മഹേഷിന്റെ അച്ഛൻ താലിയെടുത്ത് കൊടുത്തു. കണ്ണുകൊണ്ട് ഗായത്രിയുടെ അനുവാദം വാങ്ങി മഹേഷ് ആ താലി കയ്യിൽ ഗായത്രിയുടെ കഴുത്തിലേക്ക് ചേർത്തു. താലിയുടെ മൂന്നാമത്തെ കെട്ടും ഗായത്രിയുടെ കഴുത്തിൽ മുറുക്കി. ഗായത്രിക്ക് നെഞ്ചു വല്ലാതെ മിടിച്ചു. എങ്കിലും കണ്ണുകൾ ഇറുക്കിയടിച്ച് കൈ തൊഴുത് പ്രാർത്ഥിച്ചു അവൾ.